അഖിൽ മാരാർക്കെതിരെ കേസ്. ഇപ്പോൾ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത് തന്നെ ലൈവ് വീഡിയോ ഇട്ടിട്ട് അതിനകത്ത് ഓക്കെ നമുക്കൊക്കെ പറയാം, നമുക്കൊക്കെ ഒരു ദേഷ്യം വരും. കാരണം ഇത്ര പെട്ടെന്ന് സീസ് ഫയർ പറയുന്നു, എന്നാൽ പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, പാകിസ്ഥാനെ തീർത്തിട്ട് വന്നാൽ പോരെ എന്നുള്ളൊരു സംഗതി. കാരണം ഇത് എത്ര കാലമായി ഇവന്മാർ നമ്മളെ കഴുത്തിൽ ഇങ്ങനെ കത്തി വെച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അവന്മാരെ അടിച്ച് തീർക്കണം. അതൊരു ബേസിക് ഇന്ത്യൻ പൗരൻ, രാജ്യത്തിനോട് സ്നേഹമുള്ള, ഇനി വരും തലമുറയ്ക്ക് ഇവന്മാരൊരു ഭീഷണിയായിട്ട് ഇരിക്കരുത് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അവന്മാരെ തീർക്കാൻ തോന്നും. അപ്പം ആ ഒരു വികാരം, ആ ഒരു തരം എന്താ പറയുക, നമുക്കൊരു അഡ്രിനാലിൻ സാധനം ഉണ്ടല്ലോ രാജ്യത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതുകൊണ്ട് തോന്നുന്ന കാര്യമാണ്. പക്ഷെ അത് അഖിൽമാരാർ വന്ന് സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ എവിടെയും എൻ്റെ വീഡിയോയിൽ ഇയാളൊരു രാജ്യദ്രോഹിയാണ്, രാജ്യവിരുദ്ധനാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് പറയാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഖിൽമാരാർ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ അഖിൽമാരാർ കോൺഗ്രസ് പാർട്ടിയുടെ മൗത്ത് പീസായിട്ട് വർക്ക് ചെയ്തു എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ പറഞ്ഞ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ബലൂചിസ്ഥാൻ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് പഴയ ലൈവ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നിട്ട വീഡിയോനകത്ത് കുറേയധികം എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അഖിൽ എന്താണെങ്കിലും വെച്ചിട്ടുണ്ട്. പോലീസിൽ പരാതി നൽകി എന്നുള്ളതിന്റെ ന്യൂസ് ക്ലിപ്പ് ഞാൻ ആദ്യം ഇവിടെ വയ്ക്കാം. പാകിസ്ഥാനെ അടിച്ചു ചുരുട്ടി വെച്ചിരുന്നെങ്കിൽ ആ പാകിസ്ഥാന്റെ ഉള്ളിൽ ഇന്ത്യ കാണിച്ച മറ്റൊരു ഏറ്റവും വലിയ ചതിയാണ് ബലൂചിസ്ഥാനിലെ പാവങ്ങളോട്. ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ പാവങ്ങളെ ഇവന്മാര് നാളെ ചുരുട്ടും. ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മാടിത്തരം ഇന്ത്യൻ ജനതയോടല്ല, സത്യത്തിൽ ബലൂചിസ്ഥാനിലെ ജനതയോടെയാണ്. അവൻ പോയി പാകിസ്ഥാന്റെ കൊടിയും അഴിച്ച് അവന്റെ കൊടിയും വെച്ച് കെട്ടി ഇന്ത്യയിലെ ഒരു എംബസി തുറക്കാൻ വേണ്ടിയിട്ട് താണ്ട ഈ നിമിഷം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിരുന്ന പാവം പിടിച്ച ബലൂചിസ്ഥാനികളോട് ഇന്ത്യ കാണിച്ച ഏറ്റവും വലിയ ചതിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വലിഞ്ഞു കളഞ്ഞത്. അമേരിക്ക പറയുന്നത് കേട്ട് വലിഞ്ഞു കളഞ്ഞത്. ഒരു ആത്മാഭിമാനവും ഇല്ലാത്ത ഭരണാധികാരിയാണെന്ന് ഇന്ത്യയിൽ ഏതൊരു പൗരനും പറയാൻ പറ്റുന്ന ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നതെന്ന് എന്തിനാണ് പറയാൻ. ഫേസ്ബുക്ക് പേജിലൂടെ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, പഹൽഗാമിൽ 26 പേരെ നിഷ്ഠൂരം കൊന്ന് പാകിസ്ഥാൻ കലി തീർക്കുമ്പോൾ, അതിന് തിരിച്ചടിയെന്ന പോലെ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ, ഈ സാഹചര്യത്തിൽ രാജ്യം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ ഏറ്റുമുട്ടുമ്പോൾ, നമ്മുടെ സൈനികരുടെ ജീവന് വേണ്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികളുടെ ജീവന് വേണ്ടി നാട് മുഴുവൻ പ്രാർത്ഥനകളും വഴിപാടുകളുമായി മുന്നോട്ട് വന്ന് രാജ്യം ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ നേരിടുന്ന ഈ സാഹചര്യത്തിൽ അഖിൽമാരാർ, അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനായിരുന്നു, പിന്നെ ബിഗ് ബോസ് താരമായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എല്ലാ ജനങ്ങളും കേൾക്കേണ്ടതാണ്, എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികൾ ജനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തികച്ചും രാജ്യവിരുദ്ധ പ്രസ്താവനയാണ് അതിൽ നടത്തിയിരിക്കുന്നത്. അപ്പോൾ BJP തന്നെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. എനിക്ക് തോന്നുന്നത് പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഓഡിറ്റ് ചെയ്ത് പോലീസ് കേസെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മേ ബി സ്ട്രോങ് ആവാം, അല്ലെങ്കിൽ മൈൽഡായിട്ട് പോവാം. രണ്ടിനുള്ള ചാൻസും ഉണ്ട്. കാരണം ഇതിനകത്ത് ബലൂജ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അഖിൽമാരാർ ഭയങ്കര സീരിയസ് ആണ്. കാരണം രാജ്യത്തിനെക്കുറിച്ച്, രാജ്യം ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വളരെ അതോറിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ, അതും സോഷ്യൽ മീഡിയയിൽ, വികാരവും നമ്മുടെ ആ ഒരു അഡ്രിനാലിനൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനുപരി കുറച്ച് ലോജിക്ക് വെച്ചിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു ആവശ്യം അതിനകത്തുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഈ പറഞ്ഞ പാർട്ടി സാധനം തലയിലിരിക്കുന്നതുകൊണ്ടായിരിക്കാം അഖിൽ സംസാരിച്ചപ്പോൾ ആ സംഗതി അങ്ങോട്ട് പോയി, കയ്യിൽ നിന്ന് വിട്ടുപോയൊരു സാധനമാണത്. സാധാരണ അങ്ങനെ അഖിൽമാരായിരുന്നത് പറ്റാറില്ല, പക്ഷെ ഇത് പറ്റിപ്പോയി. പിന്നെ ഇവിടെ BJPക്ക് കൂടുതലായിട്ട് കുരു പൊട്ടാനുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, പ്രേക്ഷകരോട്. അഖിൽമാരാറിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു 90% ആളുകളും അഖിൽമാരാറൊരു സംഖ്യയാണ് എന്നായിരിക്കും പറയുക. അയാളിനി അയാളൊരു കോൺഗ്രസ് ചായ്വുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും, രാഷ്ട്രീയം കോൺഗ്രസ്സിലേക്കാണെന്ന് പറഞ്ഞാലും, അയാളൊരു സംഖ്യയാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനും ആ ഒരു ഉണ്ണിമൂന്തൻ ആ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇയാളൊരു സംഖ്യയാണോടെ, മനസ്സിലായ? അപ്പോൾ അഖിൽമാരാറിനെ കുറേ കാലങ്ങളായിട്ട് ആളുകൾ ഓഡിറ്റ് ചെയ്ത് വെച്ച ഫേസ് ഇവനൊരു സംഖ്യയാണോ? അതിൽ ഫ്യൂവൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അഖിലിൻ്റെ രാജ്യസ്നേഹം, മനസ്സിലായത്? ഇതിപ്പോൾ കറക്റ്റ് ഉണ്ണിമൂന്തൻ്റെ കേസാണ്. ഉണ്ണിമൂന്തൻ എവിടെയും അയാളുടെ ഒരു പൊളിറ്റിക്കൽ ലീനിങ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, എന്നാൽ അയാളുടെ രാജ്യസ്നേഹം കാരണം അയാൾ പല പോസ്റ്റുകളും അയാളുടെ ഫേസ്ബുക്കിലിടും, അയാളെ പിടിച്ച് എല്ലാവരും സംഖ്യയാക്കും. സെയിം അവസ്ഥയാണ് അഖിൽമാരാറത്. അഖിൽമാരാറിന് രാജ്യസ്നേഹം വളരെ കൂടുതലാണ്, പാട്രിയോട്ടിക്കാണ്. ആ പാട്രിയോട്ടിസം കുറച്ച് കൂടുമ്പോൾ രാജ്യത്തിൻ്റെ കുറേ കാര്യങ്ങൾ അയാൾ പറയും.
അപ്പോൾ മോദിയെ പറയും, രാജ്യത്തിൻ്റെ കാര്യങ്ങൾ പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇവൻ സംഘി. അങ്ങനെ അഖിൽ മാരാരെ ഒരു 90% ആളുകളും അഖിലിനെ അങ്ങനെ തന്നെയാണ് കണ്ടിട്ടുണ്ടാവുക. അഖിൽ അതിനിടയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക്, ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാൻ താല്പര്യം എന്നൊക്കെ കാണിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോയാലും അവിടെയും ഈ പറഞ്ഞ സംഘിപ്പട്ടം അഖിലിൻ്റെ തലയിൽ വെച്ച് തരാൻ ഒരുപാട് പേര് കാണും. എന്തായാലും ഈ ഒരൊറ്റ ഇഷ്യൂ ഉണ്ട്, ഒരു വിൻ വിൻ സിറ്റുവേഷനാണ് അഖിലിന് ഉണ്ടായിട്ടുള്ളത്. കാരണം അഖിലിന് കൃത്യമായിട്ട് അഖിലിൻ്റെ വീഡിയോസിൽ പലവട്ടം അഖിൽ ആ ഡിലീറ്റ് ചെയ്ത വീഡിയോയിലും അതിന് മുമ്പിട്ട വീഡിയോയിലൊക്കെ സംഘികളെ നിങ്ങളോടാണ്. ഓക്കെ, സംഘികളുടെ മൗത്ത് പീസായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ജനൻ ടി വിയോടാണ്. ആ സാധനം പറഞ്ഞു വെക്കുമ്പോൾ അഖിലിന് ഇനി കൊട്ടാരക്കരയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സ്ട്രോങ് ഓപ്പോസിറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. ഫൈൻ. അപ്പോൾ അതൊരു വിൻ വിൻ സിറ്റുവേഷനാണ്, പൊളിറ്റിക്കലി വിൻ വിൻ സാധനമാണ് അഖിലിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യം കുറച്ച് സീരിയസ് ആയതുകൊണ്ട്, ഇപ്പോൾ ആറാട്ടണ്ണൻ സിനിമാക്കാരെക്കുറിച്ച് പറയുന്ന പോലെയാണ് അഖിൽമാരാർ പറഞ്ഞത്. ആരോ എവിടെയോ എന്തൊക്കെയോ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് സ്വന്തം വീഡിയോയിലൂടെ ജനങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇതെന്തോ കണ്ടു, ഞാനെന്തോ അനുഭവിച്ചു, അല്ലെങ്കിൽ എനിക്കറിയാം, എൻ്റെ ഒരു തെളിവുണ്ട് എന്നുള്ള പോലെയാണ് ബലൂജ് ഇന്ത്യ റിലേഷനെ കുറിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സോ അതിനുള്ള പണി എന്താണെങ്കിലും ആ വഴിക്ക് നോക്കാം. കേസും കൂട്ടവും ഒക്കെ നടത്തിയ ഒരുപാട് ശീലമുള്ള ഒരാളാണ്. പക്ഷെ ഞാനൊരിക്കലും ഒരു രാജ്യദ്രോഹി, ഓക്കെ, രാജ്യത്തിന് ഒറ്റിക്കൊടുക്കുന്നവൻ, ആ രീതിക്കൊന്നും അഖിലിനെ പറയില്ല. എനിക്ക് രാജ്യസ്നേഹം കൂടിയ ഒരാളാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഇന്നിട്ട വീഡിയോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്ന യൂട്യൂബർമാരോടും ജനൻ ടി വിയോടും കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയോടും ആമുഖമായി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മറുപടി വളരെ വ്യക്തവും സ്ഫുടവും ആയിക്കി തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, ജനൻ ടി വിയോടും കൊട്ടാരക്കര BJP നേതാക്കന്മാരോടുമാണ്. ഇതിൽ ഈ ജനം ടി വിയുടെ എലമെൻറ്റ് എങ്ങനെ കയറി വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെർട്ടിക്കുലർ ലൈവിനകത്ത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. ബട്ട് അതല്ലാതെ തന്നെ ജനൻ ടി വിയുടെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് 2-3 ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ. രാജ്യത്തിൻ്റെ ഡിഫൻസ് സ്റ്റാഫ് മേധാവി സ്ഥാനത്ത് നിന്നും അനിൽ ചൗഹാനെ മാറ്റി അടിയന്തരമായും അഖിൽ മാരാറിനെ നിയമിക്കണം. പാക് ഭീകരരിൽ നിന്നും ഭാരതത്തെ രക്ഷിക്കാൻ ഇനി അത് മാത്രമാണ് ഏക പോംവഴി. നാട്ടിലെ കടകളുടെ ഉദ്ഘാടനങ്ങൾ മാറ്റിവെച്ച് മാരാർ ഡൽഹിയിലേക്ക് ഉടൻ പറക്കണം. ഇങ്ങനൊരു സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഡിബേറ്റിനിടയിലൊക്കെ ഈ അഖിൽ മാരാറെ കോട്ട് ചെയ്തിട്ടുള്ള പരിപാടി. ഇന്നും അഖിൽ മാരാർക്കെതിരെ ഈ ഒരു കേസ് വന്നതിനെ കുറിച്ചുള്ള വീഡിയോ കാര്യങ്ങൾ, അങ്ങനെ അഖിലിൻ്റെ പിന്നിൽ ഇവർ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും അതൊരു വഴിക്ക് ഇങ്ങനെ അവർ തമ്മിലുള്ളൊരു സാധനം പോകുന്നുണ്ട്. പിന്നെ സ്വന്തം നാട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് എന്നുള്ളത് സ്റ്റാമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ്, അതായത് അഖിൽ മാരാർക്ക് എല്ലാവരും കൂടി വെച്ച് കൊടുത്തൊരു സാധനമാണ് സംഘി എന്നുള്ളത്. അത് ഇതോടുകൂടിയാണ് വീണ്. മനസ്സിലായി? സംഘികളെതിരെ പറഞ്ഞു, സംഘികൾ കേസ് കൊടുത്തു. ഇപ്പോൾ ഇത് നോക്കണ്ട, ആ ഒരു അഖിൽ മാരാർ ദ കോൺഗ്രസ് എന്നുള്ള സാധനം എന്താണെങ്കിലും ഫിക്സ് ചെയ്യാൻ ഇതോടുകൂടി സാധിക്കും. ഇത് ഓരോരുത്തരെയും ബോധിപ്പിക്കാനല്ല, പക്ഷേ ഒരാൾക്കെതിരെ അനാവശ്യമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അയാളുടെ സ്റ്റാൻഡ് എന്താണ്, അയാൾ എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ ബോധമില്ലാത്ത, എനിക്കെതിരെ പച്ചക്കള്ളം എഴുതി പ്രചരിപ്പിച്ച ജനൻ ടി വിയോടും, എനിക്കെതിരെ ഒരു കേസ്, ഒരു പരാതി കൊടുക്കുന്ന സമയത്ത് അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആ പരാതിയിൽ എഴുതി ചേർത്ത കൊട്ടാരക്കര BJP മണ്ഡലം കമ്മിറ്റിയോടും പരാതി കൊടുക്കുകയോ കേസെടുക്കുകയോ പോലീസ് പിടിച്ചകത്തിടുകയോ ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ഏത് ഉമ്മാക്കിയെയും പേടിച്ചിട്ട് കാര്യമുള്ളൂ. ഞാൻ ഇന്ന് നോക്കുമ്പോഴേ ഈ ജനം ടി വിക്കകത്ത് ഈ കൊട്ടാരക്കര BJP വിങ് കൊടുത്ത പരാതിയുടെ ഒരു ഫോട്ടോ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിലിവർ വേണം ചിട്ടാന്ന് തോന്നുന്നു അഖിൽ മാരാരുടെ നമ്പറൊക്കെ അതേപോലെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ പാടും. ഇപ്പോൾ FIRൻ്റെ ആണെങ്കിൽ പോലും ഫസ്റ്റ് ഇൻഫർമേഷൻ ആ ഒരു പോർഷൻ മാത്രമാണ് നമ്മളെടുത്ത് കൊടുക്കാറ്. അല്ലാതെ അതിൽ ഒരാളുടെ അഡ്രസ്സ് ആൻഡ് വെയർ അബൌട്ട്സ് എടുത്ത് കൊടുക്കുന്നൊരു പതിവില്ല. ഓക്കെ, ഇത് റിട്ടേൺ ആയിട്ടുള്ള കംപ്ലയിൻ്റ് ആണ്. ഇത് FIR പോലുള്ള റിട്ടേൺ കംപ്ലയിൻറ്റ് വെച്ച സമയത്താണ് അവർ ഈ പരിപാടി കാണിച്ചത്. അല്ലെങ്കിൽ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ അഖിൽ മാരാർക്കെതിരെ ഒരു റിട്ടേൺ ആയിട്ട് കൊടുത്ത പരാതിയുടെ ഒരു സാധനം ഞാനിവിടെ വെക്കുന്നുണ്ട്. ഓക്കെ, 1, 2, 3 ഇങ്ങനെ അക്കമിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒന്നാമതായി
പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരാളെ പോലും പിടികൂടിയില്ലെന്നും ഭാരതം ബലൂചിസ്ഥാന് ആയുധം നൽകി പാകിസ്ഥാനിൽ സംഘർഷം ഉണ്ടാക്കിയെന്നും ഇത്തരത്തിൽ ബലൂചിസ്ഥാനെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് എന്നും ഭാരതം തിരിച്ചടിച്ചപ്പോൾ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തെന്നും. ശരി, ഭാരതം തിരിച്ചടിച്ചപ്പോൾ സാധാരണക്കാരായ പാകിസ്ഥാനികളെ കൊല ചെയ്തു എന്ന് അഖിൽമാരാർ അയാളുടെ ലൈവിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ ലൈവ് എടുത്ത് വെച്ച് വീഡിയോ ചെയ്ത ഒരാളാണ്. ആ പോർഷനിൽ എവിടെയും ഇങ്ങനൊരു സാധനം അഖിൽമാരാർ പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല. അല്ലെങ്കിൽ പോലീസുകാരെന്താണെങ്കിലും ആ വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുമല്ലോ. പാകിസ്ഥാൻ ഇന്ത്യയെ ഭയമില്ലെന്നും മറ്റൊരു കരുത്തായ രാജ്യത്തിൻ്റെ അടിമയായി ആത്മാഭിമാനം ഇല്ലാത്തവരായും നമ്മുടെ ഭരണാധികാരികളെയും സേനകളും നിലകൊള്ളുന്നതെന്നും. സേനകൾ നിലകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അഖിൽമാരാർ ഭരണാധികാരികൾ, എസ്പെഷ്യലി മോഡീനെയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ട്രംപിൻ്റെ കേസിൽ. പക്ഷെ അവിടെ എവിടെയും അഖിൽമാരാർ ഇന്ത്യൻ ആർമിയെ, എയർഫോഴ്സിനെയും നേവീനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, കുറേ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത്തരം ഭരണ സംവിധാനമാണ് ഭാരതത്തിൽ ഉള്ളതെന്നുമാണ് ടിയാൻ്റെ പ്രസ്താവനകളിൽ ചോദിക്കുന്നത്. ടിയാൻ്റെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കുവാനുള്ള അറിവ് എവിടെ നിന്നും എങ്ങനെ കിട്ടി മറ്റും ചോദിച്ചു ഉത്തരം തരാൻ ടിയാൻ ബാധ്യസ്ഥനാണ്. ബലൂചിസ്ഥാന് ഭാരതം ആയുധം നൽകി സംഘർഷമുണ്ടാക്കി എന്നുള്ള വിവരം എവിടെ നിന്നും ലഭിച്ചു എന്നുള്ളതിനും മറുപടി നൽകാൻ ബാധ്യസ്ഥനാണ്. പാകിസ്ഥാൻ ഇന്ത്യയെ ഭയം ഇല്ലെന്നു ടിയാൻ പറയുന്നു. ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ബോധ്യപ്പെടുത്തണം. ഈ വിഷമ സാഹചര്യത്തിൽ ഇത്തരം രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ടിയാൻ്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തടയിടണം. ടിയാൻ്റെ പ്രവർത്തികൾ രാജ്യദ്രോഹ കുറ്റം ആയി വിലയിരുത്തി എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ടിയാനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പം ഇങ്ങനൊരു കേസാണ് അഖിൽമാരാർക്കെതിരെ BJP കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ, ഇപ്പോൾ ഈ ആർമീൻ്റെ സാധനം, പിന്നെ പാകിസ്ഥാൻ ആളുകൾ ഇതാക്കുന്ന ആർമി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞതൊക്കെ അട്ടർ ബ്ലണ്ടറാണ്. ഓക്കെ, ഇത് അതൊക്കെ ഇവന്മാർ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ മസാല ആഡ് ചെയ്ത പരിപാടി. അല്ലാത്ത കാര്യങ്ങളൊക്കെ അഖിൽമാരാർ വീഡിയോയിൽ പറഞ്ഞ തന്നെയാണ്. എന്താണെങ്കിലും കേസ് എങ്ങനെ നിൽക്കും, എന്ത് നിൽക്കും എന്നുള്ളത് നോക്കാം. ഇനി അഖിൽമാരാരുടെ റിപ്ലൈയിലേക്ക് നമുക്കൊന്ന് പോവാം. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെ രാജ്യദ്രോഹിയാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത്? ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുദ്ധത്തിന് തൊട്ടു മുൻപ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ 27 പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യമെന്ന് പറയുന്നത്, ഈ രാജ്യത്ത് രാജ്യസുരക്ഷാ വീഴ്ചയുണ്ടായി, പ്രധാനമന്ത്രി വീഴ്ച വരുത്തി, ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എൻ്റെ എഴുത്തെന്ന് പറയുന്നത്, എൻ്റെ രാജ്യത്തെ സേന 1000-ലധികം ആക്രമണങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട്. നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ 1000-ൽ-1 സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല. ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി. ഏറ്റവും സാങ്കേതിക വിദ്യയുള്ള ഇസ്രയേലിലും അമേരിക്കയിലും ഉൾപ്പെടെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇന്ത്യൻ സേനയെ അപമാനപ്പെടുത്തരുത്. 2, BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി അറിഞ്ഞുകൊണ്ട് നടത്തിയ നീക്കമാണ് പഹൽഗാമിലെന്ന് പ്രതിപക്ഷത്തിലെ ചിലർ ആരോപിച്ചപ്പോൾ ഇന്ത്യയുടെ മുൻപ് 2 പ്രധാനമന്ത്രിമാർ സുരക്ഷാ വീഴ്ചയെ തുടർന്നാണോ കൊല്ലപ്പെട്ടത്? അത്തരത്തിലൊരു ആരോപണം നാളെയിൽ നിങ്ങളുടെ നേരിൽ BJPയിൽപ്പെട്ടവരോ ഇന്ത്യയിലെ ഒരു പൗരനോ ഉന്നയിച്ചാൽ അത് നിങ്ങൾ ശരിവെച്ച് കൊടുക്കുമോ? അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ രാജ്യത്ത് ഭീകരർ ആക്രമിച്ച സമയം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പ്രധാനമന്ത്രിയുടെ ക്രെഡിബിലിറ്റിയെയോ സൈന്യത്തിന്റെ ക്രെഡിബിലിറ്റിയോ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് എഴുതിയവനായിരുന്നു ഞാൻ. അതെ, എഴുതിയവനായിരുന്നു ഞാൻ. അഖിൽ എഴുതിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അഖിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഖിൽ ചെയ്തിട്ടുണ്ട്. അഖിലിപ്പോൾ ഒരു കോൺഗ്രസ് ചായവുള്ള ആളാണെങ്കിൽ പോലും കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അഖിൽ പറയും. അഖിലിൻ്റെ ബേസിക് സ്വഭാവം അങ്ങനെയാണ്. നമുക്ക് അഖിലിൻ്റെ പ്രീവിയസ് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കി നമുക്ക് മനസ്സിലാവും. പിന്നെ രാജ്യസ്നേഹം കൂടിയൊരു ആളായതുകൊണ്ട് രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന പല ഘട്ടത്തിലും അഖിലിനെ ഈ പറഞ്ഞ പോലെ ഒരു 90% ആളുകളും സംഖ്യയായിട്ട് കാണും ചെയ്തിട്ടുണ്ടാവും.
പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും അഖിൽ പറഞ്ഞ ആ ഒരു പോയിന്റ്, അതായത് ബലൂജിൻ്റെ കാര്യം, ഇന്ത്യ ബലൂജിനെ ബാക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാര്യം, അതാണ് അഖിലിന് പണി വെച്ചത്. ഓക്കെ, അല്ലാതെ ഇനിയിപ്പോൾ എന്ത് കാര്യം ക്രിറ്റിസിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യാം. ഒരു ലൈൻ ഓഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്താൽ ആർക്കാരും വേണമെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അത് കേസാണെങ്കിൽ പോലും ആ ലൈൻ ഓഫ് റെസ്പെക്റ്റിന് മുകളിൽ കോടതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഭാഗം പ്രൂവ് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാം. പക്ഷേ നമ്മുടെ കയ്യിൽ പ്രൂഫില്ലാത്തൊരു വിഷയം, ഓക്കെ, നമുക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നൊരു വിഷയം, അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഇത് എന്നോട് വേറൊരാൾ പറഞ്ഞതാണ്, എനിക്ക് ഈ കാര്യം നേരിട്ടുള്ള ഒരു അറിവില്ല എന്ന് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം, അത് ഒരു നേരത്തെ ചോരത്തിളപ്പിന് അവിടെ കയറിയിരുന്നിട്ട് ആഞ്ഞടിച്ചപ്പോൾ അതാണ് ബേസിക് കോർ വിഷയം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ ഇത് ഞാൻ ആർക്കും എന്താ പറയുക എൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനല്ല, ആരെയും ബോധിപ്പിക്കാനല്ല എന്നൊക്കെ പറയുമ്പോൾ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പബ്ലിക്കിലിട്ടൊരു റെസ്പോൺസ്, ആ റെസ്പോൺസിന് പബ്ലിക് തന്നെ എന്ത് ചെയ്യുന്നു, കമൻറ്റ് ബോക്സിനകത്ത് ഈ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നു, കുറേ പേര് അത് ക്രിട്ടിസൈസ് ചെയ്യുന്നു, കേസാവുന്നു. സോ ഡെഫിനറ്റ്ലി ഒരു എക്സ്പ്ലനേഷൻ വേണം, ചിലരോട് പറയേണ്ടി വരും. മനസ്സിലായോ? അപ്പം ഞാൻ അന്നൊക്കെ അത് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ആ ചെയ്തിരുന്നു എന്നുള്ളത് ഇപ്പോൾ വരുമ്പോഴത്തേക്ക് എന്തായി, അത് പോയി. കാരണം ഇപ്പം ചെയ്ത കാര്യം വെച്ചിട്ട് പഴയ കാര്യം ഇക്വേറ്റ് ചെയ്യില്ല. പിന്നെ ബേസിക്കലി ഇവിടെ ഞാൻ ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ അഖിൽ മാരാർ ടു കോൺഗ്രസ് എന്നുള്ളത് വളരെ എവിഡൻ്റ് ആയിട്ട് ആളുകൾക്ക് കുറേ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായി തുടങ്ങുമ്പോൾ പലരും അയ്യോ ഇവൻ ഞങ്ങളുടെ ഭാഗമാണല്ലോ, ഇവൻ ഒരു BJP-ക്കാരനാണല്ലോ, ഇവൻ വർത്തമാനം പറയുന്ന ഒരു സംഖ്യയായിട്ടാണല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങളൊപ്പം കൂടിയവർക്ക് നിങ്ങൾ ഇതുകൊണ്ട് പറഞ്ഞോട് കൂടിയിട്ട് നല്ല ചാൻസായി. ഞാൻ ആദ്യം ഒരു റൈറ്റപ്സ് പങ്കുവച്ചു. അത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിന് അന്ന് കൊടുത്ത മറുപടി എഴുതിക്കൊണ്ടായിരുന്നു ഞാനത് പങ്കുവച്ചത്. അപ്പോൾ മുതൽ പല ആൾക്കാർക്കും ഹാലിളകി. ഞാൻ എന്താണ് ചിന്തിച്ചത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ഒരു വായടപ്പിച്ചിട്ടുള്ള ഒരു മറുപടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇപ്രകാരം റിച്ചാർഡ് നിക്സനെതിരെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തീരുമാനം എടുത്തിരുന്നു, അന്ന് അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഇത് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇത്രയുമൊക്കെ ചെയ്തവനാണ് നിങ്ങളുടെ രാജ്യദ്രോഹി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം, അതായത് സംഘികളും ജനൻ ടിവിയും പതിച്ചു നൽകുന്ന രാജ്യദ്രോഹി പട്ടം ഏറ്റുപിടിക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, അപ്പോൾ സംഘികളോടും ഈ പറഞ്ഞ ജനൻ ടിവിയോടെ നിൽക്കട്ടെ, പ്രോപ്പറായിട്ട് സംഘികളെ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കഴിഞ്ഞൊക്കെ വീഡിയോ ചെയ്ത് ഈ വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. സോ ബേസിക്കലി ആ സാധനം അവിടെ ക്ലിയർഡായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഘി അഖിൽ മാരാർ എന്നുള്ളത് മാറ്റിയിട്ട് കൊങ്ങി അഖിൽ മാരാർ എന്നുള്ളൊരു സാധനം അവിടെ സ്റ്റാമ്പ് ചെയ്യാൻ ഇതിനെ കൊണ്ട് എന്താണെങ്കിലും സാധിക്കും. പക്ഷെ ഇയാൾ കൊങ്ങിയായിട്ടിരുന്നാലും ഇനി ഇയാൾക്ക് ഏത് സംഖ്യയായിട്ടിരുന്നാലും ഇയാൾ കമ്മിയായിട്ടിരുന്നാലും സുഡാപ്പിയായിട്ടിരുന്നാലും എങ്ങനെ ഇരുന്നാലും ഇയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് ഇയാൾ റോങ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ റോങ് തന്നെ പറയും. പക്ഷെ അങ്ങനെയുള്ളൊരു മനുഷ്യരെ എങ്ങനെയാണോ ഞാൻ അപ്പോഴങ്ങനെ ആലോചിച്ചത്. കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോനകത്ത് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ പറയുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരാൾക്ക് കംപ്ലീറ്റ്ലി അത് കാണുന്നു കേൾക്കുന്ന ആൾക്കാർക്ക് കോൺഗ്രസിൻ്റെ മൗത്ത് പീസായിട്ട് നിങ്ങളെ തോന്നിയാൽ അതെന്തോ ഒരു വിഷയം ആ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്നു. അത് ഈ ബലൂചിസ്ഥാൻ സീൻ മാത്രമല്ല, അല്ലാതെ തന്നെ അത് ആ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത വീഡിയോ മൊത്തമായിട്ട് കേൾക്കുന്ന സമയത്ത് അതിനകത്ത് അങ്ങനെ ഒരു ഇന്നർ സാധനം ഭയങ്കരമായിട്ട് ഒളിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്ര അധികം നിങ്ങൾക്കെതിരെ ഇപ്പം നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട ഒപ്പം കൂടിയവർ വരെ തിരിയാണ്ടായ കാരണം. രാഷ്ട്രീയപരമായിട്ടോ അല്ലാതെയോ പ്രൈം മിനിസ്റ്ററെയോ ഈ രാജ്യത്തെയോ സൈന്യത്തെയോ ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാ രീതിയിലും എന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണയെങ്കിലും, നേരിയ പിന്തുണയെങ്കിലും എന്റെ രാജ്യത്തെ ജനങ്ങൾക്കും സൈന്യത്തിനും കൊടുക്കണമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇന്നും അഭിമാനത്തോടുകൂടി ഇന്ത്യ രാജ്യത്തെ എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മോദിയെ അല്ല എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. മോദിയെയോ RSSനെയോ BJPയോ അല്ല ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ചേർക്കാൻ ആഗ്രഹിക്കുന്നത്. എന്റെ രാജ്യത്തെയാണ്, എന്റെ രാജ്യത്തിന്റെ അഭിമാനത്തെയാണ്, എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്ന സേനയാണ്, ഈ രാജ്യത്തെ പൗരന്മാരെയാണ്. ഇപ്പോഴെങ്കിലും അത് പറഞ്ഞല്ലോ, നന്നായി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പേർക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് രാജ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി ആര് പ്രവർത്തിച്ചാലും, അത് മോദി പ്രവർത്തിച്ചാലും രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചാലും ആര് പ്രവർത്തിച്ചാലും അപ്രിഷ്യേറ്റ് ചെയ്യും. ഓക്കെ,
രാജ്യമാണ് പ്രധാനം, മദർലാൻഡ്, അതാണ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ രാജ്യം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും വീഡിയോസ് ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിഷ്ടം പോലെ കമൻസിൻ്റെ പ്രീവിയസ് വീഡിയോൻ്റെ കമൻറ്റ് നിങ്ങൾ നോക്കിയാൽ മതി. രാവിലെ ഇട്ട വീഡിയോൻ്റെ നിന്നെ സംഖ്യയാക്കി, നിന്നെ സംഖ്യയാക്കും, നീ സംഖ്യയായി. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇന്ത്യ പാക് സാധനം വെച്ചിട്ട് മോദീൻ്റെ കാര്യം പറയുമ്പോഴും BJPയുടെ കാര്യം പറയുമ്പോഴും പോസിറ്റീവ്സ് ഒരുപാട് പറയാനുണ്ടാവും. ആ പറയാനുള്ളത് പറയുമ്പോഴത്തേക്കും നമ്മളെ സംഖ്യയാക്കും. ഈ അഖിൽ പറഞ്ഞ പോയിന്റ് തന്നെ എനിക്കും സംസാരിക്കാനുള്ളൂ. സംഘപരിവാറിൻ്റെ എതിരെ ഒരുപാട് സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതും പറയും, മോശം കണ്ടാൽ മോശം എന്നും പറയും. നിങ്ങളൊരു ഈ സ്റ്റാമ്പിങ് ആണ് ആളുകളുടെ മെയിൻ പ്രശ്നം. ഇത് അഖിൽ മനസ്സിലാക്കിയാൽ നല്ലതാണ്. അഖിൽ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതാണല്ലോ. ഇവിടെ അങ്ങനെയാണ്, നമ്മളെതിരെ സംസാരിച്ചാൽ, സംഘിക്കെതിരെ സംസാരിച്ചാൽ അവൻ സുഡാപ്പി, സുഡാപ്പിക്കെതിരെ സംസാരിക്കുന്നവൻ സംഘി, കമ്മിക്കെതിരെ സംസാരിക്കുന്നവൻ കൊങ്ങി, കൊങ്ങിക്കെതിരെ സംസാരിക്കുന്നവൻ കമ്മി. അതാണ് ഇവിടുത്തെ ഒരു ലൈൻ. ജനൻ ടിവിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ എന്നെ ഇതിനു മുമ്പ് രഹസ്യമായി വന്ന് കണ്ടിരുന്നു. ജനൻ ടിവിയുടെ ഒരു ചാർജ് എടുക്കാനും ജനൻ ടിവിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാനും ഇവർ എന്നെ സമീപിച്ചിരുന്നു. ഞാൻ അന്ന് അതിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് ഒരു പക്ഷേ ആ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്താലും ഒരു കാരണവശാലും ജനത്തിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാത്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തു തരാം എന്ന രീതിയിലായിരുന്നു അന്ന് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഒരു പക്ഷേ അവർ വിളിച്ച അവരുടെ ഓഫർ നിരസിച്ച എന്നോട് തോന്നിയിട്ടുള്ള ദേഷ്യം കൊണ്ടാവാം ഇമാതിരി നെറികേടും തെണ്ടിത്തരവും ഈ ജനൻ ടിവി അവന്റെ അടിയിലത്തെ വരിയിൽ എഴുതി വെച്ചത്. ഓഹോ, ഇതുക്കുള്ള അന്തമാതിരി ഒരു സ്റ്റോറി இருக்குதா? പറയാൻ പറ്റില്ല. കാരണം ഞാനും അഖിൽമാരും കൂടിയുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു ജനൻ ടി വിയിൽ വന്നത്. അപ്പം അന്ന് എനിക്ക് തോന്നുന്നത് ഇതേമാതിരി അഖിലും ഞാനും പേഴ്സണലി സംസാരിച്ച സമയത്ത് പറഞ്ഞത്, അഖിലിന് അന്ന് കാര്യങ്ങൾ അത്ര ഇവർ ഡിബേറ്റിന് വിളിച്ച സമയത്ത് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഇവർ വിളിച്ചു കൊടുന്നതാണ്. അപ്പോൾ അഖിൽമാരാറിന് ജനൻ ടി വിനായിട്ട് ഇപ്പോൾ ഈ അഖിൽ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അഖിലിനുണ്ട്, റിലേഷൻ ഉണ്ട്. ഓക്കെ, അതിനിപ്പോൾ അഖിൽ തള്ളാൻ വേണ്ടി പറഞ്ഞാൽ ആരും പറയണ്ട. അഖിലിന് അത്യാവശ്യം കണക്ഷൻ ജനത്തിനുമായിട്ടുണ്ട്. ബിഗ് ബോസ് പോകുന്നതിന് മുമ്പാണെങ്കിലും കഴിഞ്ഞിറങ്ങിയിട്ടുള്ള അതാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ടോക്കിൽ അന്ന് അങ്ങനെ സംസാരിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ മേ ബി ആ ഒരു ഓഫർ നിഷേധിച്ചതിൻ്റെ ഒരു ദേഷ്യവും, പിന്നെ അവർ ഏത് രാഷ്ട്രീയത്തിൻ്റെ മൗത്ത് പീസായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ജനം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതേപോലെയാണ്. ചാണകം നിഷേധിച്ചാൽ ചാണകം കൊണ്ട് ഏറ് കിട്ടും, അതാണ് ലൈന്. ഞാൻ ബലൂചിസ്ഥാനെ അനുകൂലിച്ചു എന്നതാണ് ഞാൻ ചെയ്ത ആ ഒരേ ഒരു തെറ്റ് എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അറിഞ്ഞോ അറിയാതെയോ ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായും രഹസ്യമായും നമ്മളിൽ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാചകം എന്റെ വായിൽ നിന്ന് വന്നു. അത് രാജ്യവിരുദ്ധത എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിച്ചാലും എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ബലൂചിസ്ഥാൻ ആർമി എല്ലാ അർത്ഥത്തിലും പിന്തുണ കൊടുത്തിട്ടുള്ളത് ഇന്ത്യ രാജ്യത്തിനാണ്. ബലൂചിസ്ഥാൻ പാകിസ്ഥാനെ ടെററിസ്റ്റ് കൺട്രി എന്ന് വിശേഷിപ്പിക്കുന്നു. ഇന്ത്യ എടുക്കുന്ന അതേ നിലപാടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒരു ഭാഗം പാകിസ്ഥാനിൽ ഉൾപ്പെട്ട, പാകിസ്ഥാനെതിരെ സംസാരിക്കുന്ന, ഇന്ത്യൻ ജനത പാകിസ്ഥാന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത സമയത്ത് പാകിസ്ഥാനെതിരെ ഒരേ സമയം അറ്റാക്ക് ചെയ്ത ഒരു ഭാഗത്തിനെ ഇന്ത്യ സഹായിച്ചിരുന്നു എന്ന ഒരു കാര്യം ആർമിയിലെ എനിക്കറിയാവുന്ന എന്റെ പ്രിയപ്പെട്ട റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലെങ്കിൽ BJPയുടെ തന്നെ പല നേതാക്കന്മാരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു വാചകമായിരുന്നു. ആകെ എന്റെ ഭാഗത്തു നിന്ന് ഒരു പബ്ലിക്കിനിടയിൽ സംസാരിച്ചപ്പോൾ പാടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയ ഒരേ ഒരു സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ അതെങ്ങനെ അഖിൽമാരാണ് സർക്കാസമാവും? അവിടെ തമാശയ്ക്ക് സർക്കാസ്റ്റിക് ആയിട്ട് പറയേണ്ട കാര്യമാണ്. രാജ്യം വേറൊരു രാജ്യത്തിനെ തീർക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ ആയുധം കൊടുക്കുന്നു, ഫണ്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആറാട്ടണ്ണൻ വന്ന് സിനിമാക്കാരെ കുറിച്ച് പറയുന്ന പോലത്തെ ഒരു സിനാരിയോ അല്ലല്ലോ. ഒരു രാജ്യത്തിനെ കുറിച്ചാണ് അഖിൽ സംസാരിക്കുന്നത്. അഖിൽ ഏത് രാജ്യത്തിലാണോ പ്രൗഡായിട്ടിരിക്കുന്നത്, ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണോ അഖിൽ ഘോരഘോരമായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളത്, അഖിൽ ഏത് രാജ്യത്തിന് വേണ്ടിയിട്ടാണോ ചോര തിളയ്ക്കുന്നത്, ആ രാജ്യത്തിനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്. മനസ്സിലായോ? അവിടെയാണ് ഞാൻ പറയുന്നത് അഖിൽ മാരാർ ദി മൗത്ത് ഓഫ് കോൺഗ്രസ് എന്നുള്ളത്. അവിടെയാണ് അഖിൽ മാരാരുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയം എക്സ്പോസ്ഡ് ആവുന്നത്. യു ഹാവ് ബിക്കം എ പ്രോപ്പർ പൊളിറ്റീഷ്യൻ ഫോർ കോൺഗ്രസ്. അതാണ് ഉണ്ടായത്. മനസ്സിലായില്ലേ? രാജ്യത്തിനെ കുറിച്ച് ഒരുപാട് സ്നേഹിച്ച്, രാജ്യത്തിൽ അഭിമാനം കൊണ്ട്
അതുവഴി സംഘിപ്പട്ടം കിട്ടിയ ഒരാളാണ് അഖിൽ മാരാർ. അത് ഡെഫിനറ്റ്ലി അങ്ങനെയാണ്. പക്ഷേ അയാൾ സംഘിയല്ല. ബട്ട് അഖിൽ മാരാരുടെ കഴിഞ്ഞ വീഡിയോയിൽ അതൊരു സർക്കാസമായിരുന്നില്ല. ബലൂജ് ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് സംസാരിച്ച ഒരു സർക്കാസമായിരുന്നില്ല. നിങ്ങൾ ഇത്ര പറയുന്ന പോലെ ഒരു സിമ്പിൾ കാര്യവും ആയിരുന്നില്ല. മനസ്സിലായോ? എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോയിട്ട് ഏലട്ട് തിന്നിട്ട് ആ സദ്യ പോരാന്നുള്ളത് വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ട് അതറിഞ്ഞിട്ട് അത് വിളിച്ചു പറഞ്ഞൊന്നും അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിനെ കുറിച്ചൊരു കാര്യം, അതും രാജ്യം ഇങ്ങനെ ഒരു നെറികെട്ട പരിപാടി ചെയ്തു എന്നുള്ളത്, അത് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ളത്. അത് ഇത്ര സോഫ്റ്റായിട്ട് ഇപ്പോൾ അഖിൽ സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ വീഡിയോ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അഖിലാകെ പറയേണ്ട അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉറച്ചു നിൽക്കുന്നു. ബലൂജ് ഇന്ത്യ കാര്യം പറഞ്ഞത് മാത്രം ആരൊക്കെയോ എവിടേക്കോ പറഞ്ഞൊരു അറിവ് മാത്രം കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ മിസ്റ്റേക്കാണ്, സോറി. കഴിഞ്ഞു, സിമ്പിൾ. അത്രേ വേണ്ടിയിരുന്നുള്ളൂ. എനിക്ക് വൈകാരികമായി, എനിക്ക് മാനസികമായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇന്ത്യ അത്തരത്തിലൊരു പിന്മാറ്റം വിദേശകാര്യ സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റിലൂടെ നടത്തിയപ്പോൾ ഇപ്പുറത്ത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അവരെന്താണ് പറയുന്നത്, ഇന്ത്യ പിന്മാറിയത് അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണെന്ന് വരുത്തി തീർത്ത് പോകുമല്ലോ, അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനൊരു നാണക്കേടല്ലേ, എന്തിനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിന് കൂട്ടുനിന്നത്, ഈ ചിന്തയിൽ നിന്നുകൊണ്ടുള്ള പ്രതികരണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ ചോദിച്ച കാര്യങ്ങൾ, അനിൽ നമ്പ്യാരോടും ജനൻ ടി വിയോടും പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അവസാന ഭാഗത്ത് ഈ ബലൂചിസ്ഥാൻ വന്നതുകൊണ്ട് തന്നെ ഞാൻ ആ സ്പോട്ടിൽ ആ ലൈവ് ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ആദ്യം ഡിലീറ്റ് ചെയ്തത് എൻ്റെ സ്റ്റോറി, അതായത് എനിക്ക് വന്ന നോട്ടിഫിക്കേഷൻ എൻ്റെ സ്റ്റോറി നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഞാൻ ആ നോട്ടിഫിക്കേഷൻ ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പിറ്റേന്നാണ് കാണുന്നത് എൻ്റെ ലൈവ്. ഞാൻ ഈ കമൻസോ കാര്യങ്ങളോ അധികം വായിക്കുന്ന ഒരാളല്ല. സ്റ്റാർട്ടിങ് സമയത്ത് വല്ല കമൻസ് വായിച്ചാൽ വായിക്കും, പിന്നീട് ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ ലൈവ് ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ ആർമി ചീഫിൻ്റെയും മറ്റും സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പം ഞാൻ അനിൽ നമ്പ്യാരോടൊന്നും ജനൻ ടി വിയോടൊന്നും പറഞ്ഞ ചോദിച്ച ചോദ്യങ്ങൾക്ക് ആ ആർമി ചീഫിന്റെ മറുപടിയിൽ നിന്ന് നമുക്ക് ഉത്തരം ലഭിച്ചു. ലഭിച്ച ഉത്തരം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരർക്കെതിരെ മാത്രം നടത്തിയ ഒരു ആക്രമണമായിരുന്നു എന്ന്. ഇന്ത്യയുടെ ലക്ഷ്യം അതായിരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനാണോ ഇവിടെ ഇരുന്നിട്ട് പറയേണ്ടത് നമുക്ക് BAക്ക് തിരിച്ചു പിടിക്കാൻ സുവർണാവസരമായിരുന്നു എന്നും ബലൂചിസ്ഥാനെ മോചിപ്പിക്കാമായിരുന്നു എന്നും ഇന്ത്യക്ക് ലോകത്തിന് മുമ്പിൽ ഒരു സൂപ്പർ പവർ ആകാൻ കിട്ടിയ അവസരമായിരുന്നു എന്ന് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു ഭാരത പൗരൻ ആഗ്രഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ലല്ലോ. ഇന്ത്യക്ക് പരമപ്രധാനമായ ഒരു ലക്ഷ്യം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെ ആക്രമിക്കുകയല്ല, അല്ലെങ്കിൽ പാകിസ്ഥാനെ കീഴ്പ്പെടുത്തുകയല്ല ഇന്ത്യയുടെ ലക്ഷ്യം. പകരം ഭീകരവാദികളെ ആക്രമിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന് ഇന്ത്യയുടെ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം എന്തായിരുന്നു സൈന്യത്തിന് നമ്മുടെ ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശം, അവരത് പൂർണ്ണമായും പാലിച്ചു. അവരുടെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു, 100 തീവ്രവാദികളെ തകർത്തു. ഓക്കെ, ഞാൻ പറയട്ടെ, നേരത്തെ അഖിൽ സംസാരിച്ചു വെച്ചത് സെയിം പോയിന്റ്. അതായത് അഖിൽ മാരാർ ഒരു സർക്കാസ്റ്റിക് ആയിട്ടോ തമാശയ്ക്കോ പറഞ്ഞിട്ടൊരു പോസ്റ്റ്, അത് ഇത്രത്തോളം കത്തിയപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ വിട്ടുപോയി മറന്നുപോയി എന്നുള്ള അഖിൽ പറയുമ്പോൾ നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. അല്ലാതെ ഇപ്പോൾ അത് അഖിൽ കരുതി കൂട്ടി ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അത് ആർക്ക് വേണേൽ അവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, അവരുടെ ചിന്തയിലേക്ക് എടുക്കാം. ഓക്കെ, അഖിലിൻ്റെ വേർഷനിൽ അഖിൽ മറന്നുപോയതാണ്, പിറ്റേ ദിവസമാണ് ഡിലീറ്റ് ചെയ്തത്. പക്ഷെ അഖിൽ ഇതിനകത്ത് പറഞ്ഞൊരു സാധനം, നമ്മുടെ മീഡിയ ബ്രീഫിംഗ്, ഓക്കെ, ആർമിയുടെ ഭാഗത്തുനിന്ന് വരുന്ന മീഡിയ ബ്രീഫിംഗ് വരുന്നതിന് മുമ്പാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തിയത് എന്നും ബ്രീഫിംഗ് വന്നതിന് ശേഷം ഇന്ത്യ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് മനസ്സിലായിരുന്നു. അഖിൽ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് തന്നെ മീഡിയ ബ്രീഫിംഗ്, സിന്ദൂറിൻ്റെ റിലേറ്റഡ് ആയിട്ട് വന്ന മീഡിയ ബ്രീഫിങ്ങിൽ തന്നെ ഇന്ത്യ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ഈസ് എഗെയിൻസ്റ്റ് ഈ പാക്കിലെ ഈ ഭീകര താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന, അവരെ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന കേന്ദ്രങ്ങളെ മാത്രമാണെന്നുള്ളൂ. ഓക്കെ, പക്ഷേ എൻ്റെയും അഖിലിനെയും പോലുള്ള ആളുകളുടെ രാജ്യസ്നേഹം മൂത്ത് നിൽക്കുന്നതുകൊണ്ട്, പാകിസ്ഥാനോടുള്ള വെറുപ്പും ദേഷ്യവും കുറച്ച് കൂടുതലായതുകൊണ്ട് നമ്മളെ മനസ്സിനകത്തൊക്കെ പാകിസ്ഥാനെ തീരണം എന്നുള്ള സാധനം മാത്രമാണ് ഇരിക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മളതൊക്കെ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ അഖിലിനെ പോലുള്ള ഒരാൾ പ്രത്യേകിച്ച് മീഡിയ ബ്രീഫിംഗ് കംപ്ലീറ്റ്, ഇപ്പോൾ അഖിൽ പറഞ്ഞ പോലെ അഖിലിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അന്നത്തെ മീഡിയ ബ്രീഫിങ്ങിലല്ല, അതിന് മുമ്പുള്ള മീഡിയ ബ്രീഫിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിൽ തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഫൈൻ, ഈ ഭീകരവാദികൾ ഇരിക്കുന്ന അവരുടെ ഹൈഡ് ഔട്ട്സ്, അവരുടെ ക്യാമ്പുകൾ, ഇത് മാത്രമായിരുന്നു ലക്ഷ്യം, അല്ലാതെ വേറൊന്നും ഇന്ത്യക്ക് ലക്ഷ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചിട്ടുള്ള മീഡിയ ബ്രീഫിംഗ് വന്നത്. സോ ഇതിപ്പോൾ എന്താ പറയുക, ആ പോയി കയ്യിൽ നിന്ന് പോയി, ഇനിയിപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു സാധനം മാത്രമായിട്ട് ഫീലാവുള്ളൂ. ഇതാണെങ്കിൽ കേസും കാര്യങ്ങളും പരിപാടികളൊക്കെ ഒരു വഴിക്ക് ഇങ്ങനെ പോകുമല്ലോ. അഖിലിനാണെങ്കിൽ അത്യാവശ്യം കേസ് നടത്തിയിട്ടുള്ള ശീലമുണ്ട്. ഓക്കെ,
പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, ഒരു രാജ്യദ്രോഹി എന്നുള്ള നിലയ്ക്കൊന്നും അഖിലിനെ കൊണ്ടുപോകരുത്. അങ്ങനെ തമ്മനയിലിട്ട കുറേ വീഡിയോസ് കണ്ടു, അഖിലിനെ വീട്ടിൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയി ഇറക്കിക്കൊണ്ടുപോയി, അത് കുറച്ച് കൂടുതലാണ്. ഇത് റിയാസ് സലീമിനെ പറഞ്ഞ പോലെ പറഞ്ഞ കാര്യം കയ്യിൽ നിന്ന് പോയി, പിന്നെ റിയാസിനെ പോയിട്ട് ലിപ്സ്റ്റിക് ഇടും, ജെൻഡർ പറഞ്ഞുള്ള പരിപാടികൾ, അത് മോശമാണ്. ഓക്കെ, അയാൾ പറഞ്ഞ കാര്യങ്ങളും അയാളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ അതൊക്കെ വെച്ചിട്ട് അയാളെ വിമർശിക്കാം. അല്ലാതെ അയാളുടെ പേഴ്സണൽ തിങ്സ്, അയാളുടെ പേഴ്സണൽ ലൈഫ്, അയാൾ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നുള്ള സാധനങ്ങളോട് യോജിപ്പില്ല. പ്രത്യേകിച്ച് അഖിലിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 90% ആളുകളും അഖിലിനെ സംഗി എന്നുള്ള ടൈറ്റിലാണ് കണ്ടിട്ടുള്ളത്. എന്താണെങ്കിൽ അത് മാറി കിട്ടിയതിൽ അഖിലിന് നല്ല സന്തോഷം കാണും.